ഓരോ വ്യക്തികളെ മഹേഷ് എടുക്കുമ്പോഴും ആ വ്യക്തിയുടെ മുഖമായിട്ട് വരുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. ഇപ്പോൾ വിനീതേട്ടൻ എടുക്കുമ്പോൾ ഈ ഫേസ് ഇങ്ങനെ ആവുന്നതും ഇങ്ങനെ ഇങ്ങനെ തന്നെയായിട്ട് മാറിപ്പോകുന്നത് ഞാനായിട്ട് ശ്രദ്ധിച്ച് മുഖത്തിൽ മാറ്റം വരുത്തുന്നില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. ഞങ്ങൾക്ക് വേണ്ടി ഒരു 10 സെക്കൻഡ് വെച്ച് അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡ് വെച്ചിട്ട് ഇങ്ങനെ ഫേഷ്യൽ ഡിഫറൻസ്, അതായത് മറ്റേ ആ എക്സ്പ്രഷൻ ഡിഫറൻസ് ഉള്ള ആ മുഖത്തിൻ്റെ ആ മാറ്റങ്ങൾ പെട്ടെന്ന് കാണിക്കുക. ഒന്ന് ശ്രമിച്ചു നോക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനീത് ശ്രീനിവാസനാണ്. അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ജിഞ്ചർ മീഡിയയുടെ ഈ പ്രോഗ്രാമിലാണ്. അപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ശംഭുവിടെ ഉണ്ട്, ശംഭുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ശംഭുവിനെ ആദ്യമായിട്ട് കാണുന്നത് ഒരു ഇൻ്റർവ്യൂവിലാണ്. അതിൽ എന്നെ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ക്യാരക്ടറാണ് അദ്ദേഹം വളരെ മാന്യമായിട്ട് എല്ലാവരോടും സംസാരിക്കുന്ന ഒരാളാണ്. അല്ല, ഞാൻ ശംഭുവിനെ എല്ലാ തവണയും കാണുന്ന ഒരാളാണ്. എപ്പോഴും ഇപ്പം എന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഇൻ്റർവ്യൂ ചെയ്തായിരുന്നു. അതെ അതെ. அப்போது ஷம்பு நல்ல ஆங்கரு. அயாள் எனக்கு என்ன தெரியல, ரொம்ப நல்லா பேசும். വളരെ നല്ലതായിട്ട് സംസാരിക്കുന്ന ഒരാൾ. എന്നൊരു ആ വിഷയം സംസാരിച്ചപ്പോൾ എനിക്കറിയത്തില്ല എന്നാ പറയണമെന്ന്. ரொம்ப நல்லா இருக்கு. നിങ്ങൾ എടപ്പള്ളി വയറ്റിലെ ഭാഗത്ത് വരുവാണെങ്കിൽ എന്നെ കാണാൻ പറ്റും. എൻ്റെ പൊന്നോ, എനിക്കറിയില്ല കേട്ടോ എൻ്റെ മുഖത്ത് എങ്ങനെയൊക്കെയാണ് വന്നതെന്ന്. ഞാൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. ഇപ്പം വിനായകൻ എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കൊടുക്കുന്നതാണ്. പിണറായി സാറും അങ്ങനെ തന്നെ വന്നതാണ്. ഇന്ന് കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇപ്പം ഇങ്ങനെ സംസാരിക്കുന്നതാണ് അദ്ദേഹം. പൊതുവേ ഏത് പ്രസ് മീറ്റിലൊക്കെ ഇങ്ങനെ ഭയങ്കര ഗൗരവമായിരിക്കും. പക്ഷേ നിയമസഭയിലെത്തുമ്പോൾ വേറെ. കുറേ കാലം നിങ്ങളെല്ലാവരും കൂടെ പ്രതിയാക്കാൻ വേണ്ടി നടന്നില്ലേ? ആ പ്രതിയല്ലേ എന്ന് പറഞ്ഞ ആരാ? പിന്നെ ഒരു വലിയൊരു ഗ്യാപ്പ് എടുക്കുക. ഓക്കെ, കോടതിയെ വലിച്ചെറിയണ്ടായത്. അല്ല, കഴിഞ്ഞ ദിവസം നിങ്ങളത് പറഞ്ഞില്ലേ ആ കേസിനെ പറ്റി? അതെല്ലാം മോഹങ്ങളാണ് സാർ. പക്ഷേ നമ്മുടെ മോദിജി എടുക്കുമ്പോൾ ഒരു ആട്ടം കൊടുക്കും. ഓക്കെ, ആട്ടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ചെയ്ത കച്ചാവാദ ഇതിൽ വിഷ്വലിൽ പിണറായി സാറ് ഇങ്ങനെ സ്റ്റാൻഡ് അനക്കുമില്ലാതെ ഇങ്ങനെ തന്നെ ഇരിക്കും. പക്ഷേ ലിപ്പ് കൂടുതൽ കൊണ്ടുവരാൻ ഞാൻ കണ്ടു മറ്റേ ആ മിക്സ് ഒരു DJ പോലെയൊക്കെ തോന്നും. അതെ, കാരണം ആളെപ്പോഴും മൂവ്മെന്റ് ഉണ്ട്. मेरे प्यारे देशवासियों नमस्कार. ആലപ്പുഴ കായ് കായ് അങ്ങനെയാണ് കേട്ടോ. ഞാൻ ആദ്യം മോദിജീനെ അനുകരിക്കുന്ന ആളുടെ ഓണാശംസകൾ പറഞ്ഞപ്പോൾ അതിനാണ് മലയാളത്തിലാണ് പറഞ്ഞത്. ആ മലയാളം പിടിച്ചാണ് എല്ലാ മലയാളിക്കും ഊണശംസകൾ അങ്ങനത്തെ ഒരു ഇത് കൊടുത്തത്. പിണറായി സാറിന് ഈ അടുത്തിടെ കണ്ടുപഠിച്ചതാണ്. പിന്നെ ഇവർ രണ്ട് തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് കോംബോയാണ് ഞാൻ വീഡിയോയിൽ ഉദ്ദേശിച്ചത്. അതാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഈ മിമിക്രിയെ പറ്റി പറയുമ്പോഴേ ഇപ്പം പലരും പറയുന്നത് അത് പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് ഒരു സ്കൂളിൽ പോയോ അല്ലെങ്കിൽ ഒരു ട്രെയിനർ എടുക്കുക ചെന്നിട്ട് ഇങ്ങനെ വോയിസ് മോഡിൽ അത് പഠിക്കാൻ പറ്റുമോ എന്നുള്ളത് ചിലരുടെ ധാരണയാണ്. പക്ഷെ അത് ശരിക്കും തെറ്റായ ധാരണ അല്ലേ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. ശരിക്കും മിമിക്രി പഠിപ്പിക്കാൻ ഇച്ചിരി പാടാണ്. കാരണം ആക്ടേഴ്സിൻ്റെ മോഡുലേഷൻസിലാണല്ലോ മെയിനായിട്ട് ഇരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ആക്ടർ ഇപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ വിനീതേട്ടൻ്റെ വോയിസിലാണ് തുടങ്ങിയത്. അപ്പോൾ എൻ്റെ വോയിസിൽ വിനീതേട്ടനുണ്ട് ഓൾറെഡി. ഈ മൂക്കിലാണ്, മൂക്കടച്ചാണ്. ഇങ്ങനെയായിരുന്നു പണ്ട്, പിന്നെ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ. എന്നിട്ട് ആദ്യം നമ്മൾ നമ്മുടെ വോയിസിലുള്ള അതായത് സിമിലാരിറ്റി ഉള്ളത് തുടങ്ങും. പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഒരു സ്ഥലത്തെത്തുമ്പോൾ അപ്പോൾ ഈ ശബ്ദം നമ്മുടെ വേറെ ആക്ടറായിട്ട് സാമ്യമില്ലേ നമുക്ക് തോന്നും. അങ്ങനെയാണ് റിലേറ്റ് ചെയ്താണ് പോകുന്നത്. ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സൈജു കുറുപ്പാണ്. ഞാൻ ജയൻ. പണ്ടൊരു ഗുണ്ടയായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരു പച്ച പാവമാണ് സുഹൃത്തുക്കൾ. അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് കല്യാണം നടത്താൻ പോയ എന്നെ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും എല്ലാവരും ചേർന്ന് വന്നൊരു പണിയാണ് സുഹൃത്തുക്കളെ ഈ സിനിമ. കണ്ടോളൂ, ചിരിച്ചോളൂ.
അപ്പോൾ ഈ സൈജു കുറുപ്പ് ഇങ്ങനെ 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 ലൈറ്റ് ആവുമ്പോഴാണ് നമ്മുടെ ഊതാമ്പള്ളി കൊസ്റ്റെപ്പ് ആവുന്നത്. ഇത് മൈക്കിളേട്ട എങ്ങനെ അറിഞ്ഞാലേ പിന്നെ പ്രാന്തം കുരിയച്ചൻ വിചാരിച്ചാൽ പോലും നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല ഏട്ടാ. ഇങ്ങനെയൊക്കെ ചെറിയ ഇപ്പം ഞാൻ അനുകരിക്കുമ്പോൾ തന്നെ ചെറിയ ഇത് എടുത്തിട്ടാണ് ഓരോ ആക്ടേഴ്സ്. അതുകൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഇത് വിനീതേട്ടനാണെങ്കിൽ ഇത് ബാബുരാജാണ്, ഇത് സൈജു കുറുപ്പാണ്, അല്ല സോറി ശ്രീനാഥ് ബാസിയാണ്. അങ്ങനത്തെ ഒരു ഇതിലേക്ക് കൊടുക്കണം. ഓക്കെ, എനിക്കിപ്പം കിട്ടിയൊരു സാധനം, അതായത് ബാസിയുടെ സൗണ്ട്. അതായത് ഇപ്പം പണ്ട് FM-ൽ ബാസിയുടെ പേര് RJ ബീര എന്നായിരുന്നു ഷോ ചെയ്തുകൊണ്ടിരുന്നത്, ഞങ്ങൾ വർക്ക് ചെയ്തെടുത്ത്. അപ്പം ബാസിയുടെ അടുത്ത് പണ്ടത്തെ കാര്യം ഒന്ന് ചോദിക്കുന്ന പോലെ എന്തെങ്കിലും ചെറുതായിട്ട്. ഞാൻ ബാസിയുടെ വോയിസിൽ മാസ്റ്റർ അല്ല, എന്നാലും ശ്രമിക്കാം. ഓക്കെ. എല്ലാ ഇൻ്റർവ്യൂ അല്ലെങ്കിലും ബ്രോയ്ക്ക് പറ്റുന്ന എന്തെങ്കിലും ഡയലോഗ്സ് പറഞ്ഞാലും മതി, ബാസിയുടെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള, അതായിരിക്കുമല്ലോ നല്ലത്. എൻ്റെ പേര് അമൃതേഷ്. കുളൂർ ഗ്രാമത്തിൽ നിന്ന് വെള്ളാണിച്ചിറ. നല്ല മഴയും നല്ല പുഴയും നല്ല കാടൊക്കെയുള്ള ഇതൊന്നും സംസാരിക്കാനല്ല ഞാനിവിടെ വന്നു. നീ എൻ്റെ ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്യില്ലേ? അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ നടക്കുന്നത് നിനക്ക് വല്ല ബാങ്കിലും പോയി ജോലിക്ക് പോകാൻ പാടില്ലടാ. അവൻ്റെ ശശി തരൂരിൻ്റെ ഇംഗ്ലീഷുമായിട്ട് വന്നേക്കണം. IAS ആദ്യമായിട്ട് താനാണ് എടുത്തത്. ഇവിടെ എത്ര ഉണ്ട് IAS എടുത്ത്? തൻ്റെ ഒക്കെ വിചാരം എന്താണ്? പാബ്ലോ എസ്കോബാറിലല്ലോ എത്ര ചാടാ. താൻ ഇങ്ങോട്ട് വാ, ഞാനിവിടെ നിൽക്കുന്നുണ്ട്. എൻ്റെ വാഴകളുടെ ഇടയിൽ എൻ്റെ വീടിനടുത്ത് ഇവിടെ ഇങ്ങോട്ട് വാ. എൻ്റെ രോമത്തിൽ തൊടാൻ പറ്റില്ല നിനക്കൊന്നും, മനസ്സിലാടാ പുഷ്പാങ്കത. എൻ്റെ പൊന്നെ. അപ്പം അധികം സോഷ്യൽ മീഡിയയിൽ ചെയ്യാത്ത അല്ലെ ഇപ്പം അങ്ങനെ പുതിയതായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ഐറ്റം എന്ന് പറയുന്ന ഒരു പരിപാടി എന്തെങ്കിലും ഒന്ന് ചെയ്യാമോ നമുക്ക് വേണ്ടി? ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും? ചൂടാ കുറേ കാര്യങ്ങൾ എഴുതി, അതായത് ബാക്കപ്പിലുണ്ട്. അതൊക്കെ യൂട്യൂബിൽ ചെയ്യാനായിട്ടായിട്ട് വെച്ചേക്കുന്നത്. വേണമെങ്കിൽ നമ്മുടെ ഞാൻ ഗുരുസമസനന്തരം ചെയ്തപ്പോൾ പലരും ഒരു ഡയലോഗ് ചെയ്ത് കേൾക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാകുന്നു പറഞ്ഞായിരുന്നു. ഓക്കെ, അതിലൊരു മിസ്സായി പോയൊരു ഡയലോഗാണ് നാട്ടുകാരെ ഓടി പറഞ്ഞേ. ഇത് ഇപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ വോയിസിൽ നിന്ന് നാട്ടുകാരെ ഓടി പറഞ്ഞ ആ ഡയലോഗും കൂടെ പറയാം. അപ്പോൾ അതിന് മുമ്പ് ഒരു ഇൻട്രോ കൊടുക്കാം. എക്സ്ക്ലൂസീവ്ലി നമുക്ക് നമ്മുടെ ജിഞ്ചർ മീഡിയയിലൂടെ ലേറ്റസ്റ്റ് ഐറ്റം കാണിക്കാൻ പോവുകയാണ് നമ്മുടെ മഹേഷ് ബ്രോ, നമ്മുടെ ഗുരുസമസനന്തരം മിന്നൽ മുരളി. അതെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂന്ന് ആ ഡയലോഗിലേക്ക് പോവാം. ரொம்ப ஆச்சரியமாக இருந்தது எனக்கு அந்த ரோல் வந்த பின்னாடி. மிஸ்டர் பேசில் ஜோசப் தான் அவருடைய டைரக்டர். கோதா குஞ்சுராமன் 2 படம் எடுத்திருக்காரு. அவர் கதை சொன்னோன்னே நான் ரொம்ப ஷொக் ஆகிட்டேன் நிஜமாங்க. ஏன்னா நிறைய பேர் அதுக்காக வரதுக்கு வாய்ப்பு இருந்தது அந்த ரோல் எடுக்கிறதுக்கு. ஏன்னா அப்படி ஒரு ரோல், ஏன்னா மலையாள வரலாற்றுலேயே ஒரு சூப்பர் ஹீரோ படம், அதில் சூப்பர் வில்லன் ரோல். நாட்டுக்கார ஓடி வரனே கடைக்கு தீ பிடிச்ச, நாட்டுக்கார ஓடி வரனே கடைக்கு தூக்கி பிடிச்ச, நாட்டுக்கார ஓடி வரல கடைக்கு தூக்கி பிடிச்ச, ஐயோ கடைக்கு தூக்கி பிடிச்ச, கடைக்கு தூக்கி பிடிச்ச. അടിപൊളി. ഇത്രയും ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണ് അല്ലേ ഞാൻ വന്നൊന്ന് ഹഗ് ചെയ്തത്. തീർച്ചയായിട്ടും എൻ്റെ പൊന്നെ. ഇനിയിപ്പം നെക്സ്റ്റ് ടാർഗറ്റ് എപ്പോഴും ഉള്ളൊരു വ്യക്തികളായിരിക്കും മിമിക്രി ചെയ്യുന്ന വ്യക്തികൾ, കലാകാരൻ എന്ന് പറയുന്നത് ഒരു എൻ്റർടൈനർ. അപ്പോൾ ഇനി ഒരു നെക്സ്റ്റ് ടാർഗറ്റ് ഇപ്പം മൈൻഡിലുണ്ടോ? അതായത് ഇന്ന ആളെയാണ് ചെയ്യണ്ട, കാരണം അത് എന്തായാലും മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ആയിരിക്കും. എന്നാൽ പോലും നെക്സ്റ്റ് ഒരു ഐറ്റം, അതായത് ആരെ അനുകരിക്കാനാണ്, അല്ലെ ആദ്യം ഇനി ഇടാൻ പോകുന്ന വീഡിയോ ഏതായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഇനി മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം പരിപാടി ഏതായിരിക്കും? മോൾഡ് ചെയ്തുകൊണ്ടിരിക്കണ ഒരുപാടുണ്ട്. ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മമ്മൂക്ക, അർജുൻ അശോകൻ, പിന്നെ നമ്മുടെ പ്രണവ് മോഹൻലാൽ, പിന്നെ നമ്മുടെ അനുകരിക്കാത്ത കുറേ, ഇപ്പോൾ വാവ സുരേഷ്, ആരും അനുകരിച്ച് കണ്ടിട്ടില്ല അധികം. ഇല്ല അവരെയൊക്കെ ഞാൻ നോക്കണേ. ഞാൻ ചെയ്ത ഫീമെയിൽ വോയിസ് അതെനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഈ ശബ്ദത്തിൽ നിന്ന് ഫീമെയിൽ വോയിസ് എടുക്കാൻ ചിലതൊക്കെ പാളിപ്പോയിട്ടുണ്ട്. എന്നാലും പിന്നെ നമ്മുടെ ലാലേട്ടനെ ചെയ്യണമെന്നുണ്ട്, മമ്മൂക്ക, പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ഒരുപാട്. ഇപ്പം ഞാൻ കൂടുതലും മലയാളത്തിലാണ് ചെയ്യുന്നത് എല്ലാവരും പറയാറുണ്ട്. ഞാൻ തമിഴിലാകെ വിജയ് സേതുപതി മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനിയും തമിഴിൽ വിക്രം, വിജയ്, സൂര്യ, എല്ലാ SJ സൂര്യ, അങ്ങനെ. അപ്പോൾ നമ്മുടെ വിജയ് സേതുപതി നമുക്കൊരു ഓക്കെ. എനിക്ക് തമിഴ് അത്ര പറയാനറിയത്തില്ല, എന്നാലും ഞാൻ മലയാളം കൂട്ടി പറഞ്ഞാലും മതി. எல்லாருக்கும் வணக்கம். நான் என்ன சொல்கிறது, ஷம்பு என்னை இன்டர்வியூ பண்ண போகிறாங்க. எப்படி இருக்குது ஷம்பு?
நல்லா இருக்கீங்களா? நல்லா இருக்குங்க. சௌக்கியமா இருக்கீங்களா? நல்லா இருக்கு, என்ஜாய் பண்ணுங்க. நிறைய ஃபிலிம் நான் பார்த்துருக்கேன், எல்லாம் அடிപൊളി ഫിലിം தான் சார். അങ്ങനെയാണോ? தமிழ் അങ്ങനെയാണോ? எனக்கு தெரியாது. ஏன்னா ஜிஞ்சர் மீடியாவில் எல்லாரும் லைக் பண்ணுங்க, ஷேர் பண்ணுங்க, സബ്സ്ക്രൈബ് பண்ணுங்க. ഓ ഓക്കെ. എനിക്ക് പിന്നെ മഹേഷിൻ്റെ കൂടെ ഒന്ന് ആക്ട് ചെയ്യാൻ ഒരു അവസരം ഇപ്പം ഞാനൊന്ന് ചോദിക്കുകയാണ്. അതായത് ഞാൻ DQനെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാം. അപ്പോൾ മഹേഷ് ബ്രോ ആരെ ആയിരിക്കണം പിന്നെ കൂടെ ഒരുമിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത്? ഞാനൊരു ട്രൈ മാത്രമാണ് കേട്ടോ. ഞാനിപ്പോൾ ആരെ സപ്പോർട്ടായിട്ട് ആര് വേണം? സൈജു കുറുപ്പ് തന്നെ ആയിക്കോട്ടെ. ഇപ്പൊ പിന്നെ ഗുണ്ടാചാൻ്റെ ഇതുകൊണ്ട് അതുകൊണ്ട് പറയാം. മറ്റേ ഓക്കെ അത് തുടങ്ങിക്കും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സൈജു കുറുപ്പാണ്. അപ്പോൾ നമ്മുടെ കൂടെ ജിഞ്ചർ മീഡിയയുടെ ഒരു പുതിയ എപ്പിസോഡായിട്ട് ഞാനും നമ്മുടെ സ്വന്തം ദുൽഖറും ഇവിടെയുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം സംസാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. എന്തൊക്കെയുണ്ട് ദുൽഖർ? മനസ്സിലായി. താങ്ക് യു സോ മച്ച്. കാരണം എനിക്ക് പറയാനുള്ളത്, എനിക്ക് വളരെ നന്ദി പറയാനുണ്ട് ദുൽഖറുണ്ട്. കാരണം എൻ്റെ ഒരു സിനിമ ഗുണ്ടാജയൻ എന്ന സിനിമ അത് പ്രൊഡ്യൂസ് ചെയ്തു. അതൊരു നല്ല രീതിയിൽ കുടുംബ പ്രേക്ഷകർ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒരു സുഹൃത്ത് ബന്ധങ്ങൾക്ക് ദുൽഖർ എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത്? അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം തന്നെ സൈജേട്ടൻ ഇതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഐ വാസ് റിയലി എക്സൈറ്റഡ്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നു. ഫസ്റ്റ് ടൈം തന്നെ ഐ കോൾഡ് ഹിം. പനമ്പള്ളി നഗർ ഉണ്ടായിരുന്നു സൈജേട്ടനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ആൻഡ് ഐ സൈഡ് ബിഗ് ഓക്കെ. അപ്പോൾ ഹി വാസ് ലൈക്ക് സ്മൈലിംഗ് ലൈക്ക് എനിത്തിങ്. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്കൊരു ഹഗ് തന്നു. ആൻഡ് ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സോ വോടെവർ നല്ല സ്റ്റോറി നല്ല കഥ വന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഐ ഗിവ് യു ബിഗ് തംസ് അപ്പ്. അല്ല, ഇപ്പം ഞാനിപ്പോൾ കുറുപ്പ് എന്ന സിനിമയിൽ ഞാൻ സൈജു കുറുപ്പാണ്. കുറുപ്പില്ലാത്ത ഒരു കുറുപ്പ് വേണ്ടെന്ന് ഞാൻ ദുൽഖറിനോട് പറഞ്ഞു. കാരണം ഞാൻ ഡബ്ബിംഗ് തിയേറ്ററിൽ പോയപ്പോൾ എൻ്റെ സൗണ്ട് ആരോ ഹിന്ദിയിൽ ഡബ് ചെയ്തേക്കാണ്. കാരണം എനിക്ക് ഹിന്ദി നന്നായിട്ട് അറിയാം. എന്തായാലും കുറുപ്പിലും ഒരു സൈജു കുറുപ്പായിട്ട് മാറാൻ കഴിഞ്ഞു. അതിലൊരുപാട് സന്തോഷം. എന്തായാലും രണ്ടും കുറുപ്പാണല്ലോ. അതെ എൻ്റെ പൊന്നെ, ഇതെനിക്ക് കുറച്ച് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, ഒന്ന് ഒരുമിച്ചൊന്ന് ചെയ്യണം എന്നുള്ളത്.